എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LG ടോപ്പ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു PCB ആണ് നോക്കുന്നത്. ഈ PCBയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സെൻസർ എറർ. ടെമ്പറേച്ചർ സെൻസർ എററാണ്. ഇതിനകത്ത് ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ TE എന്നുള്ള എറർ വന്നതിന്. ഇത് ഡിസ്പ്ലേ ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഇല്ലാത്ത ഒരു മോഡലാണിത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഈ LED കത്തണയും ചെയ്യും, എററായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എറർ കോഡ് എന്ന് പറയുന്നത് പ്രഷർ സെൻസറിൻ്റെ എറർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് LEDയും ഈ ടെമ്പറേച്ചറിൻ്റെ LED മൊത്തത്തിൽ കത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ സെൻസറിൻ്റെ എറർ വരും. പിന്നെ ഈ സൈഡിലുള്ള ഈ 4 LEDയും ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ LEDകൾ മൊത്തം കത്തിക്കഴിഞ്ഞാൽ അത് ഡോർ സ്വിച്ചിൻ്റെ എറർ. ഇപ്പോൾ ഡോർ സ്വിച്ച്, പ്രഷർ സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, ഇങ്ങനെ 4 എറർ കോഡ് ഇതിൽ ഷോ ആവും. അതിലാണ് നമുക്കിപ്പോൾ ഇതിൽ ഷോ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു LED മാത്രമേ കത്തത്തുള്ളൂ. ഇത്രയും 1 2 3 4 5 ഈ 5 LED മാത്രം ബ്ലിങ്ക് ചെയ്തുകൊണ്ട് എറർ ആയിട്ട് നിൽക്കും. നമുക്കൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ വയറിംഗ് കിറ്റ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പവർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഇവിടെ പവർ ഓണായപ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ്, ഈ 5 LEDകൾ ചുമ്മാ ഇങ്ങനെ കത്തണയുകയും ഈ ഒരു ബീപ്പ് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ LED മാത്രമേ കത്തൂ. ഈ LED മാത്രം കത്തി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസർ എററാണ്. ഈ LEDയും കത്തി, ഇവിടെ നിന്ന് ഈ ഒരു 2 LEDയും കൂടെ കത്തി കഴിഞ്ഞാൽ അത് പ്രഷർ സെൻസറിൻ്റെ എററാണ്. ഇവിടെ നിന്ന് ഈ 4 LEDയും കത്തി, ഈ 5 LEDയും കത്തി കഴിഞ്ഞാൽ, ഈ സൈഡിലുള്ള 5 LEDയും കത്തി കഴിഞ്ഞാൽ അത് ഡോർ സ്വിച്ചിൻ്റെ എററാണ്. ഇപ്പോൾ നമുക്കിവിടെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ എററായിട്ടാണ് വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസറിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർട്ടിൽ, ഇതാണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സെൻസറിൻ്റെ കണക്ഷൻ വരുന്നത്. ഈ കാണുന്ന 3 ആദ്യത്തെ 3 എന്ന് പറയുന്നത് പ്രഷർ സ്വിച്ചിനുള്ളതാണ്. ഇത് നെഗറ്റീവ്, പോസിറ്റീവ്, സിഗ്നൽ, ഇങ്ങനെ 3 വരുന്നത്. പിന്നെ വരുന്നത് ഈ നെഗറ്റീവും ഈ ഒരു കണക്ഷനും ആണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസറിലോട്ട് പോകുന്ന കണക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടെമ്പറേച്ചർ സെൻസർ കണക്ഷൻ കൊടുക്കാത്ത ടൈമിൽ നമുക്കിവിടെ 5 വോൾട്ടും കണക്ഷൻ കൊടുത്തതിന് ശേഷം 1.9 അല്ലെങ്കിൽ 2.5 1.9 ഇവിടെ നമുക്ക് ഷോ ആവണം. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വോൾട്ടേജ് മോഡിലിടുക, മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് ഈ ഒരു 2 പിന്നിനകത്ത് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 0.5 വോൾട്ടാണ് വരുന്നത്. ഞാൻ ചെക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഒന്ന് ഇതിനകത്തും ഒന്ന് ഇതിൻ്റെ അകത്ത് രണ്ടുമാണ് നമുക്ക് 0.5 വോൾട്ട്. കാര്യം അവിടെ ഒരു 5 വോൾട്ട് വരുന്നില്ല, വോൾട്ടേജ് ഡ്രോപ്പായി നിൽക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു പിന്നിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഔട്ട്സൈഡാണ്, അതായത് ഇതിനകത്താണ്, ഈ ഫ്രണ്ടല്ല ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഈ ഒരു പിന്നിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡ് ഇത് കട്ട് ചെയ്യേണ്ടി വരും. ബാക്ക് സൈഡ് കട്ട് ചെയ്തേ നമുക്കിത് ശരിയാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ 5 വോൾട്ട് വരാത്തതെന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അഴിച്ച് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് പാനലിനെ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് വരുന്നത്, ഇതിൻ്റെ പ്രോസസ്സർ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ആ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി, കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആ സർക്യൂട്ട് എവിടെയാണോ പോയിരിക്കുന്നത്, എവിടെ നിന്നാണോ 5 വോൾട്ട് വരുന്നത് എന്നെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ആ വാക്സൊക്കെ ഇളക്കി കളഞ്ഞിട്ട്
ഞാൻ പിറക് ബാക്ക് സൈഡിലുള്ള ഇത്രയും വലിപ്പത്തിന് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ വാക്സ് എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ടർ, പ്രഷർ സെൻസറിൻ്റെയും ടെമ്പറേച്ചർ സെൻസറിൻ്റെയും കണക്ടർ ഇതാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു 3 എണ്ണം പ്രഷർ സെൻസറിനും ഇതും ഈ ഒരു പിന്നും ടെമ്പറേച്ചർ സെൻസറിനായിട്ടുള്ള കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ്. ഈ പോയിൻ്റ് നേരെ വരുന്നത് ഇവിടെയാണ്. ഇത്രയാണ് ഇതിൻ്റെ വോൾട്ടേജ് ഡിവിഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ 2 റെസിസ്റ്റൻസും ഈ ഒരു കപ്പാസിറ്ററുമാണ് ആ സർക്യൂട്ടിൽ വരുന്നത്. ഇവിടെ നിന്ന് 5 വോൾട്ട് കയറി ഇറങ്ങി ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ എത്ര വോൾട്ടേജാണോ വരുന്നത് അത് ഈ മൈക്രോ പ്രോസസ്സറിന് അതിലിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വരുന്നത് 0.5 വോൾട്ടാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ഇതിനകത്ത് സപ്ലൈ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പാനൽ ബോർഡും കണക്ഷൻ കൊടുത്താൽ മാത്രമേ, ഡിസ്പ്ലേ ബോർഡ് കണക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ സപ്ലൈ അവൈലബിൾ ആവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സപ്ലൈ ഓൺ ആവത്തില്ല. നമുക്കൊന്ന് സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്തിട്ട് ഇതിൽ എത്ര വോൾട്ടേജ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ട് ജസ്റ്റ് ആദ്യം ഇതൊന്ന് ഓൺ ചെയ്യണം. അപ്പോൾ ആ എറർ അടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് 5 വോൾട്ട് വരേണ്ടത്. 0.5 വോൾട്ടാണ് വന്നിരിക്കുന്നത്. അത് നേരെ ഈ ഒരു കപ്പാസിറ്ററിൽ ഇവിടെയാണ് വരുന്നത് അതിൻ്റെ സർക്യൂട്ട്. ഇതിവിടെ 15K ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 10K ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ട്. ഇതിനിപ്പുറത്ത് 4.9 വോൾട്ട്. ഇവിടെ നമുക്ക് ഈ 5 വോൾട്ട് ഇവിടെ വരണം. അതായത് ഈ 15Kയുടെ ഒരു സൈഡിൽ 4.9 വരുന്നുണ്ട്, ഒരു സൈഡിൽ 0.5 വോൾട്ടും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയതിൽ ഇത് കട്ട് ചെയ്ത് നോക്കിയതിൽ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് നമ്മൾ ഈ പോയിന്റിൽ ഇവിടെ ഇത് ബ്ലാക്ക് പ്രോബ് വെച്ചിട്ട് ബീപ്പ് മോഡിലിട്ടിട്ട് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ നമുക്ക് കണ്ടിന്യൂറ്റി ഈ ഒരു കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആവുമെന്ന് പറഞ്ഞുകൂടാ, ഡിസ്കളേർഡ് ആണ് കപ്പാസിറ്റർ. അതായത് ഈ ഒരു കപ്പാസിറ്റർ കറുത്തിരിക്കുകയാണ്. ഇവിടെ ഇത് രണ്ടും നല്ല കറക്റ്റ് കളറിലിരിക്കുന്നു, ഇതൊന്ന് കറുത്തിട്ടുണ്ട്. ഇത് ഓംസ് മോഡൽ, മൾട്ടിമീറ്റർ ഓംസ് മോഡൽ ഇട്ടിട്ട് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഓംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1.5 കിലോ ഓംസിലാണ് റീഡിങ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ ഡൗട്ട് ഈ ഒരു കപ്പാസിറ്ററാണ്. ഇത് കറുത്തിരിക്കുന്നതുകൊണ്ടിട്ടാണ് എനിക്ക് ഡൗട്ട്. അപ്പോൾ ഞാൻ ആ ഒരു കപ്പാസിറ്റർ അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഓംസ് കാണിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര ഓംസ് കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോഴും 1.5 കിലോ ഓംസ് തന്നെയാണ് കാണിക്കുന്നത്. ഈ കപ്പാസിറ്റർ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ 15K റെസിസ്റ്റൻസ് അതിൽ 1.2K ആണ് കാണിക്കുന്നത്. ആ നമ്പർ എന്ന് പറയുന്നത്, ആ റെസിസ്റ്റൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1502 ആണ്. 1502 എന്ന് പറയുന്നത് 15K ആണ് വരേണ്ടത്. നമുക്കിവിടെ 2 കിലോ ഓംസ് ആക്കിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 1.8. നമ്മൾ ഈ കപ്പാസിറ്റർ ഇളക്കിയല്ലോ, നമുക്കൊന്ന് അവിടുത്തെ വോൾട്ടേജ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ ഇളക്കിയിട്ടുള്ള വോൾട്ടേജ് ഒന്ന് ഓൺ ചെയ്യണം. ഇനി ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. 5 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ആ കപ്പാസിറ്റർ കുഴപ്പമില്ല. ഇനി ഈ ഒരു റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഇളക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ മാറിയിട്ടും ആ ഒരേ സെയിം വോൾട്ടേജ് വന്ന് നിൽക്കുന്നത് തന്നെ കൊണ്ട് ഞാൻ ഈ ഒരു കണക്ഷൻ ഈ ICയുടെ ഏത് പിന്നിലാണ് പോകുന്നതെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും കൂടെ കട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ മെയിൻ ICയിലോട്ട് പോകുന്നതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു പോയിന്റിലും ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ ഒരു പോയിന്റിലും ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു 3 പോയിന്റിലുമായിട്ടാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. അതായത് ഇത് വരുന്നത് 1K റെസിസ്റ്റൻസ്, ഇത് 15K റെസിസ്റ്റൻസ് ആണ്. ഈ 1K റെസിസ്റ്റൻസ് കയറി ഇറങ്ങിയിട്ടാണ് ICയിലോട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബീപ്പ് മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെയും ഈ ഒരു റെസിസ്റ്റൻസിൻ്റെയും ലെഗുകളിലാണ് വരുന്നത്.
ഓക്കെ. അപ്പോൾ ഈ കപ്പാസിറ്റർ അടിച്ചിട്ടും ഇവിടെ ഒന്നും 5 വോൾട്ട് റിലീസായിട്ടില്ല. ഈ 15K റെസിസ്റ്റൻസ് അഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും കറക്റ്റായിട്ട് 15K വരുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നത് ഈ ഒരു 1K റെസിസ്റ്റൻസ് ആണ്. 1K റെസിസ്റ്റൻസ് നേരെ ഇവിടെ വരും, ഈ ഒരു പോർട്ടിൽ. ICയുടെ എത്രാമത്തെ പിന്ന്? 25, 30, 35, 36, 37ാമത്തെ പിന്നിലാണ് വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു കപ്ലിംഗ് ആയിട്ട് ഒരു കപ്പാസിറ്ററും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററും നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററും കൂടെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് 1K, ഇവിടെ നമുക്ക് 1 കിലോ ഓംസിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കറക്റ്റാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ 727 ഓംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററും കൂടെ ഒന്ന് ഇളക്കി നോക്കാം, ഓംസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ആ കപ്പാസിറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അവിടുത്തെ ഓംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ എത്ര ഓംസ് വരുന്നുണ്ട്? ഇപ്പോഴും 0.729 കിലോ ഓംസ് തന്നെയാണ് ഇപ്പോഴും കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പവർ ഓൺ ചെയ്യാണ്. മൾട്ടിമീറ്റർ ഇപ്പോഴും ഇവിടെ അതേ സെയിം വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ വേറെ എന്തെങ്കിലും കപ്പാസിറ്റർ കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കാര്യം ഇവിടെ കറക്റ്റ് 5 വോൾട്ട് വരണം. സെൻസർ ഇല്ലാത്ത ടൈമിൽ IC ചൂടാവുന്നതൊന്നുമില്ല. നമ്മൾ ഈ കപ്പാസിറ്റർ ഇളക്കിയിട്ടും ഈ ഷോർട്ടിങ് മാറിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ആ ഒരു 5 വോൾട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു 1K റെസിസ്റ്റൻസ് ഇളക്കിയിട്ട് മെയിൻ ICന്ന് 4.9 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു 15K റെസിസ്റ്റൻസിൻ്റെ രണ്ട് സൈഡിലും കറക്റ്റ് ഒരേ വോൾട്ടേജ് രണ്ട് സൈഡിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻ കേസ് ഈ IC ഈ ഒരു 1K റെസിസ്റ്റൻസ് അഴിച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ 0 വോൾട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മെയിൻ IC ആണ് ഫോൾട്ട്. അപ്പോൾ ഈ മെയിൻ IC മാറേണ്ടി വരും. ഓക്കെ, അതല്ല 5 വോൾട്ട് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടി ആവശ്യം വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ഈ ഒരു 1K റെസിസ്റ്റൻസ് ഇളക്കി മാറ്റാം. ഇവിടുത്തെ 1K റെസിസ്റ്റൻസ് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്യുക. നമുക്ക് ഇവിടെ ഈ ഒരു 15K റെസിസ്റ്റൻസിൻ്റെ അവിടെ, ഈ 15K റെസിസ്റ്റൻസിൻ്റെ അവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ 4.9 വരുന്നുണ്ട്, മറു സൈഡിൽ 5 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ രണ്ട് സൈഡിൽ ഒരേ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വരുന്ന ഈ IC എന്ന് വരുന്ന പിന്നാണ് ഇത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഒന്നും വരുന്നില്ല ഇവിടെ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ മെയിൻ IC കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ IC മാറിയാലേ നമുക്ക് ഈ ഒരു പ്രശ്നം ഇതിൽ നിന്ന് പരിഹരിച്ച് ഈ ബോർഡ് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മെയിൻ IC പോയതുകൊണ്ട് ഇത് നമുക്ക് കിട്ടാനും ഇത്തിരി പാടാണ്. മെയിൻ IC സെയിം കിറ്റ് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ വർക്കിംഗ് കിറ്റായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പാനൽ ഇളക്കി മാറ്റിയിട്ട് ഇടാനേ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതും ഒരു അൺസക്സസ്ഫുൾ വീഡിയോ ആണ്. നമ്മൾ വർക്ക് നമുക്ക് കറക്റ്റായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു വീഡിയോയിലും. കാര്യം മെയിൻ IC പോയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.